ഹായ് ഫ്രണ്ട്സ്, ചിക്കൻ ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസിയായി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്നാക്കാണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 2 ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തത് മാറ്റി വയ്ക്കാം. ഈ ബ്രെഡ് പരത്തിയെടുക്കാം. ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം. 2 മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി പരത്തി വെച്ചിരിക്കുന്ന ബ്രെഡിൽ നിന്നും ഓരോ പീസ് എടുത്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിൻ്റെ സൈഡൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുത്താണ് ഇതിലേക്ക് വേണ്ട ബ്രെഡ് ക്രംസ് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത ശേഷം നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ബ്രെഡും ഇതുപോലെ ചെയ്ത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് തിരിച്ചും മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ബ്രെഡും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. 300 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇളക്കിയിട്ട ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ മയോണൈസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി എടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് 2 പീസായി കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലെറ്റ്യൂസ് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് പോക്കറ്റ് തയ്യാറായിട്ടുണ്ട്. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.